വർഷങ്ങൾക്ക് മുൻപ് എഞ്ചിനീയറിംഗ് എന്നാൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കോഴ്സായിരുന്നു. മാത്രമല്ല, ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജുകൾ മാത്രമുണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഈ കോളേജുകളിൽ ഇഷ്ടമുള്ള വിഷയത്തിന്, എഞ്ചിനീയറിംഗ് വിഷയത്തിന് അഡ്മിഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസവുമായിരുന്നു. എൻട്രൻസ് പരീക്ഷയ്ക്ക് വ്യക്തമായ ആധിപത്യം റാങ്കുകളിൽ പുലർത്തിയാൽ മാത്രമേ ഈ ഒരു സംവിധാനം പഠിക്കാൻ സാധിക്കുകയുള്ളൂ. മാത്രമല്ല, അന്ന് പഠിച്ച് ഇറങ്ങുന്നവരൊക്കെ തന്നെ നല്ല രീതിയിൽ ജോലി അവർക്ക് സർക്കാർ സർവീസിലും അല്ലെങ്കിൽ പ്രൈവറ്റ് കേന്ദ്രങ്ങളിലും വിദേശത്തുമൊക്കെ തന്നെ കിട്ടുകയും ചെയ്തിരുന്നു. ഇന്ന് ബിടെക്, ബാച്ചിലർ ഓഫ് ടെക്നോളജി എന്ന് പറയുന്ന ഈ വിഷയം പഠിച്ച് ഇറങ്ങുന്നവർക്ക്, നന്നായി പഠിച്ച് നല്ല മാർക്ക് വാങ്ങി ഇറങ്ങുന്നവരുടെ എണ്ണം കുറവാണ്. പഠിച്ചിറങ്ങുന്നവർക്ക് പോലും വ്യക്തമായ ഒരു ജോലി അവരുടെ ഫീൽഡിൽ ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. എത്ര ബിടെക് പാസ്സായവരാണ് ബാങ്കുകളിലും അതുപോലെ പ്രൈവറ്റ് ബാങ്കുകളിലും മൾട്ടിനാഷണൽ ബാങ്കുകളിലും ഒക്കെ തന്നെ ജോലി ചെയ്യുന്നത്. അപ്പം എഞ്ചിനീയറിംഗ് എന്നുള്ള ആ സ്വപ്നം തകരുകയാണ്. ഇന്ത്യയിൽ ഏതാണ്ട് 100-നടുത്ത് എഞ്ചിനീയറിംഗ് കോളേജുകൾ ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഇപ്പോൾ അടച്ചുപൂട്ടാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് കഴിഞ്ഞ ദിവസം വന്നത്. എണ്ണത്തിൻ്റെ കാര്യത്തിൽ ചെറിയ വ്യത്യാസം കാണും. ചില വാർത്തകളിൽ 58 എന്ന് കണ്ടു, ചിലയിടത്ത് 90 എന്ന് കണ്ടു. അതായത് ഏകദേശം പ്രധാനപ്പെട്ട കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ചില എഞ്ചിനീയറിംഗ് കോളേജുകളടക്കം, പ്രൈവറ്റ് എയ്ഡഡ് മേഖലകളിലെ എഞ്ചിനീയറിംഗ് കോളേജുകളടക്കം അവർക്കൊക്കെ തന്നെ അംഗീകാരം നഷ്ടമായിരിക്കുന്നു എന്നുള്ള വാർത്തയും പുറത്തു വരുന്നു. ബിടെക് എന്ന സ്വപ്നം നമുക്ക് കേരളീയർക്ക് അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് ഇല്ലാതാവുകയാണ്. തീർച്ചയായിട്ടും കാലത്തിൻ്റെ ഒഴുക്കിൽ അല്ലെങ്കിൽ കാലം കടന്നു പോകുമ്പോൾ, ടെക്നോളജി അപ്ഗ്രേഡഡ് ആകുമ്പോൾ സ്കില്ലിനാണ് അല്ലെങ്കിൽ കഴിവിനാണ് പ്രാധാന്യം. 10ാം ക്ലാസ്സുകാരനാണ്, അവന് നന്നായി ഒരു എഞ്ചിനീയറിംഗ് ഒരു പ്രോജക്റ്റ് നന്നായി ചെയ്യാൻ അറിയാമെങ്കിൽ അവനായിരിക്കും ജോലി. ബിടെക് 1ാം റാങ്കോടെ പാസ്സായിട്ട് ആ പ്രോജക്റ്റ് ശരിയായി ചെയ്യാൻ അറിയില്ലെങ്കിൽ അവന് പുറത്തിരിക്കേണ്ടി വരും, അല്ലെങ്കിൽ അവൾക്ക് പുറത്തിരിക്കേണ്ടി വരും. ഇതൊരു കാലത്തിൻ്റെ സത്യമാണ്. കാലം കടന്നു പോകുമ്പോൾ ടെക്നോളജി, സാങ്കേതികവിദ്യ, ശാസ്ത്രം വളർന്നു വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനിവാര്യമായ ഒരു തിരിച്ചടി തന്നെയാണ്. നമ്മുടെ ടെക്നോളജി ഫീൽഡ് അല്ലെങ്കിൽ നമ്മളുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയ്ക്ക് തിരിച്ചടിയാകുന്നതല്ല, പക്ഷേ അത് കൃത്യമായി അപ്ഗ്രേഡ് ചെയ്യാൻ കഴിയാത്തവർക്ക് അത് തിരിച്ചടി തന്നെയാണ്. നമ്മൾ കണ്ടു, മൈക്രോസോഫ്റ്റിലും അതുപോലെ മറ്റ് പല കമ്പനികളിലും ഒക്കെ തന്നെ ഒരുപാട് ആൾക്കാരെ പിരിച്ചുവിടുന്നുണ്ട്. കഴിവില്ലാത്തവർ എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട്, അല്ലെങ്കിൽ അവരുടെ പ്രോജക്റ്റിൽ അവർ വിജയിച്ചില്ല എന്ന് കാണിച്ചുകൊണ്ട് പിരിച്ചുവിടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കൊറോ ഹെൽത്ത് കെയർ ഇത് പിരിച്ചുവിട്ട ആ ഒരു സംഭവത്തിൽ ഇവിടെ സമരവുമൊക്കെ നടന്നു. പക്ഷേ നമ്മൾ അപ്ഗ്രേഡഡ് ആകാത്തത് കൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ വേണ്ട രീതിയിൽ കാലത്തിനനുസരിച്ച് നമ്മുടെ വിദ്യാഭ്യാസ രീതി, വിദ്യാഭ്യാസ സമ്പ്രദായം സഞ്ചരിക്കാത്തത് കൊണ്ടാണ് ഇന്ത്യക്കാർക്ക് ഈ ഒരു തിരിച്ചടി ഉണ്ടാകുന്നത് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ഇന്ത്യയിൽ നിരവധി എഞ്ചിനീയറിംഗ് കോളേജുകൾ അടച്ചുപൂട്ടാൻ പോകുന്നു. AICTE കണക്കാണ് ഇത്. പഠിക്കാൻ ആളില്ല പല എഞ്ചിനീയറിംഗ് കോളേജുകളിലും. സീറ്റുകളൊക്കെ ഒഴിഞ്ഞു കിടക്കുന്നു. പഠിക്കാൻ ആരും വരുന്നില്ല. അപ്പോൾ പിന്നെ അംഗീകാരം എങ്ങനെ കൊടുക്കും? മാത്രമല്ല, പഠിച്ചിറങ്ങിയ ആളുകളിൽ പലർക്കും ജോലി കിട്ടുന്നില്ല. കേരളത്തിലും ഒക്കെ തന്നെ ഇത്തരത്തിൽ കാലങ്ങളായി സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ്. മൈക്രോസോഫ്റ്റ് 4800 പേരെ പിരിച്ചുവിട്ടു. കോറോ 800 പേരെ പിരിച്ചുവിട്ടു. കമ്പനികൾക്ക് ഇനി ഡിഗ്രി ഒന്നും വേണ്ട, പകരം കഴിവാണ് വേണ്ടത്, സ്കിൽ ആണ് വേണ്ടത്. അമേരിക്കയിൽ സ്റ്റാൻഫോർഡ്, ഗൂഗിൾ എന്നിവർ 4 വർഷത്തെ ബിടെക് ഉപേക്ഷിച്ച് 6 മാസത്തെ AI ബ്യൂട്ട് ക്യാമ്പ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം തുടങ്ങി. അതായത് AI, ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു കാര്യമാണ്. അത് തുടങ്ങി. ജർമ്മനിയിൽ കോളേജിന് പകരം കമ്പനിയിൽ നിന്നുള്ള അപ്രന്റീസ്ഷിപ്പ് ആണ് ഇപ്പോൾ ട്രെൻഡായിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ പണ്ട് BSNLന് ഒരു ടവറിന് 20 പേർ വേണമായിരുന്നു. ഇന്ന് അതേ ജോലിക്ക് ജിയോയ്ക്ക് ഒരാൾ മതി. പിന്നെ ഒരു ആപ്ലിക്കേഷനും കയ്യിൽ കുറച്ച് സാങ്കേതിക വിദ്യയും ഉണ്ടെങ്കിൽ ആ ടവറിൽ തീർച്ചയായിട്ടും കാര്യങ്ങൾ, ബാറ്ററി മാറ്റാനോ അല്ലെങ്കിൽ ബാറ്ററിയുടെ റീഡിങ് നോക്കാനോ ഒക്കെ ആയിട്ട് ഒരാൾ മതി. മൊബൈൽ വന്നപ്പോൾ ലാൻഡ് ലൈൻ പോയി, അക്ഷയ സെൻറ്റർ വന്നപ്പോൾ ക്യൂ പോയി. ഇനി AI വന്നപ്പോൾ പഴയ പല ജോലികളും പോകുന്നു. ടെക്നോളജി ജോലി കളയുന്നില്ല, പഴയ സ്കിൽ ഉള്ളവരെയാണ്, അതായത് പഴയ സ്കിൽ ഉള്ളവരെയാണ് തഴയുന്നത്. പുതിയ സ്കിൽ ഉള്ളവരെ എന്തായാലും AI അംഗീകരിക്കും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തീർച്ചയായിട്ടും കടന്നു വരുന്നു. പക്ഷേ പുതിയ സ്കില്ലിൽ, പുതിയ രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിവുള്ളവരെയാണ് ഇന്ന് കമ്പനികൾക്ക് ആവശ്യം. ആ രീതിയിലുള്ള കഴിവ് നമ്മൾ നേടുന്നുണ്ടോ? നമുക്കതിനു വേണ്ട വിദ്യാഭ്യാസ നിലവാരമുണ്ടോ, നയമുണ്ടോ, സമ്പ്രദായമുണ്ടോ, രീതികളുണ്ടോ? ഇല്ലെങ്കിൽ അതൊക്കെ പരിഷ്കരിക്കണം. ഇല്ലെങ്കിൽ ഈ എഞ്ചിനീയറിംഗ് കോളേജുകൾ പൂട്ടിപ്പോകുന്നത് പോലെ നമ്മളുടെ വിദ്യാലയങ്ങൾ പൂട്ടി തുടങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പഠിക്കാൻ ആളില്ലാതായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പഠിച്ചിറങ്ങുന്നവർക്ക് ജോലി കിട്ടാതായി കഴിഞ്ഞാൽ നമ്മുടെ വിദ്യാഭ്യാസ നിലവാരം എങ്ങനെ ഉയരും എന്ന ചോദ്യം അവിടെ നിലനിൽക്കും.